പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വലിയ കൂട്ടായ്മയിൽ ആയിരിക്കുവാൻ വേണ്ടി അങ്ങ് തിരഞ്ഞെടുത്ത എല്ലാ മക്കളെയും ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയും. കർത്താവെ, ഒരുമിച്ച് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ലോകത്തിന് നാനാഭാഗത്തിരുന്നു കൊണ്ട് ഒരുമയോടെ ഒരേ മനസ്സോടെ ഒരേ ലക്ഷ്യത്തോടെ പ്രാർത്ഥിക്കുവാൻ അങ്ങ് ഞങ്ങളെ വേർതിരിച്ചതിനെ ഓർത്ത് നന്ദി പറയുമ്പോൾ കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കൂട്ടായ്മയെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കാർമൽ ധ്യാന കേന്ദ്രത്തെ അനുഗ്രഹിക്കണമേ, കാർമൽ മീഡിയ മിനിസ്ട്രിയെ ശുശ്രൂഷകളെ അനുഗ്രഹിക്കണമേ. അനേക മക്കൾക്ക് അനുഗ്രഹത്തിന്റെ വലിയ ശക്തി അനുഭവിച്ചറിയാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ, പ്രാർത്ഥനകളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. മക്കളെ കർത്താവെ ആരോഗ്യം നൽകി, സന്തോഷം നൽകി, കൃപ നൽകി, ദൈവിക ജ്ഞാനം നൽകി, പ്രകാശം നൽകി, ശക്തി നൽകി അനുഗ്രഹിക്കണമേ. അതിനായിട്ട് കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടും നിങ്ങളുടെ മക്കളോടും നിങ്ങളുടെ കുടുംബത്തോടും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, 362 ദിവസത്തിലേക്ക് നമ്മൾ ഇന്ന് ഈ പ്രാർത്ഥന എത്തി നിൽക്കുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ ഓർക്കുക, ഒരു ദിവസം പോലും മുടങ്ങാതെ ഒത്തിരി ധ്യാനങ്ങളും കൺവെൻഷനുകളും പല സ്ഥലത്തും ഉണ്ടായിട്ട് പോലും കർത്താവിന്റെ സ്വർഗത്തിന്റെ മനസ്സ് ആയതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന മുടങ്ങാതെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, നന്ദി പറയണം. നിങ്ങളെ ഓർത്ത് പ്രത്യേക നന്ദി പറയും. ഇത് ദൈവത്തിന്റെ വലിയൊരു ആഗ്രഹമാണ്. അച്ഛൻ എപ്പോഴും പറയാറില്ലേ, തിന്മ ഏറി വന്നുകൊണ്ടിരിക്കും. ഞാൻ ഈ കേരളത്തെ കുറിച്ചൊക്കെ ഈ ദിവസങ്ങൾ ചിന്തിക്കുകയായിരുന്നു. നമ്മുടെ ഭാരതത്തില് ഇതുപോലെ, ഞാൻ പറയും, നിങ്ങൾ അതുപോലെ എടുക്കണം. ഇതുപോലെ തിന്മ നിറഞ്ഞ, മ്ലേച്ഛത നിറഞ്ഞ, പൈശാചികത നിറഞ്ഞ, എല്ലാം കൊണ്ടും നിറയപ്പെട്ട് നിഗൂഢമായ വശീകരണ യന്ത്രങ്ങള്, പൈശാചിക പ്രവൃത്തികള് എല്ലാം കൊണ്ടും നിറയപ്പെട്ട് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം വേറെ ഉണ്ടെന്ന് തോന്നണില്ല. ബാക്കി മെഗാ സിറ്റികളിലൊക്കെ ഉണ്ടാവും, ബോംബെ അല്ലെങ്കിൽ ബാംഗ്ലൂർ അല്ലെങ്കിൽ മെഗാ സിറ്റികളിൽ. ഇത് കേരളത്തിന്റെ എവിടെ ചെന്നാലും എന്റെ പ്രിയപ്പെട്ട മക്കളെ, തിന്മയുടെ അതിശക്തി, അശുദ്ധിയും തിന്മയും മ്ലേച്ഛതയും രാഷ്ട്രീയത്തില്, കുടുംബങ്ങളില്, ഇവൻ സഭയില്, വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം, ആ പ്രശ്നം, മദ്യപാനം, ജടിക പാപങ്ങള്, വെറുപ്പ്, ചതി, പീഡനം. കേരളത്തിലേക്ക് നോക്കുമ്പോ എല്ലാവരും പിന്നെ ലൗചികാത്, അപ്പന്റെ കണ്ണീര്, കുടുംബം വിട്ടുപോകുന്ന മക്കള്, അനുസരണമില്ലാത്ത മക്കള്, ഡ്രഗ് അഡിക്ട്സ്, ആത്മഹത്യ, വ്യഭിചാരം, ഇങ്ങനെയൊക്കെ തിന്മകൾ കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്ന പൈശാചിക ശക്തി. പിന്നെ ആഭിചാരം, കൂടോത്രം, മന്ത്രവാദം, ഹലാല്, വശീകരണ യന്ത്രങ്ങള്, ഇങ്ങനെ പൈശാചികത കൊണ്ട് നിറയപ്പെട്ട് ഇതിന്റെയൊക്കെ പിന്നിൽ നിഗൂഢമായ പല രഹസ്യ പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. ബ്ലാക്ക് മാസിന്റെയും പൈശാചിക ആരാധനയുടെയും പബ്ബുകള്, എറണാകുളത്തൊക്കെയുള്ള പല സ്ഥലത്തുള്ള പബ്ബുകളെ കുറിച്ച് കേൾക്കുമ്പോ ഒത്തിരിയേറെ പൈശാചികത, ഹോം സ്റ്റേകള്, തിന്മകള് എല്ലാം കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയെ കുറിച്ചാണ് എന്റെ മനസ്സിലേക്ക് വന്നത്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇവിടെ നമ്മുടെ മക്കൾ ജീവിക്കുന്നത്, ഇന്ന് നമ്മുടെ മക്കൾക്കൊക്കെ ഒരു സംസ്കാരമാണ് രാത്രി കാലത്തുള്ള യാത്രകളും സഞ്ചാരങ്ങളും. രാത്രി ഉറക്കമില്ല. ഞാൻ ഈ ചില സമയത്തൊക്കെ രാത്രി ധ്യാനം കഴിഞ്ഞൊക്കെ തിരിച്ചു വരുമ്പോ ടൗണുകളിലും അല്ലെങ്കിൽ ഇടയ്ക്കുള്ള റോഡിന്റെ വഴികളിലൊക്കെ രാത്രി 1 മണി, 2 മണി, 3 മണി സമയത്തൊക്കെ നമ്മുടെ മക്കളൊക്കെ ലൈവാ കറങ്ങാൻ നടക്കുന്ന മക്കള്. പിന്നെ റോഡ് സൈഡില് ആരെയൊക്കെ കാത്തു നിൽക്കുന്ന സാരി കൊടുത്ത ചില ആളുകള്. എന്തെല്ലാം, എന്തിനു വേണ്ടി? എന്റെ പ്രിയപ്പെട്ട മക്കളെ, തിന്മ നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ട് തന്നെ രാത്രി എഴുന്ന് നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നത്. രാത്രി പണ്ടൊക്കെ നമുക്കറിയാം, സന്ധ്യാപ്രാർത്ഥന, നമ്മുടെ മക്കളൊക്കെ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ്, കുടുംബ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് സുഖമായി കിടന്നുറങ്ങും. രാത്രി നേരം വെളുത്ത് എഴുന്നേറ്റ് പള്ളി പോവും,
അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് സ്കൂളിൽ പോകും. ഇന്ന് ആ കാലഘട്ടം മാറി. ഇന്ന് എന്താ പറയാ, രാത്രി വർക്കുകളും IT കമ്പനികളും അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങൾക്ക് വേണ്ടി ഓൺലൈൻ ആയിട്ടുള്ള ജോലി ചെയ്യുന്നവരും അതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും. ഇന്ന് ആണും പെണ്ണും അങ്ങനെ വകതിരിവൊന്നുമില്ല, ആർക്കും എപ്പോഴും ഇറങ്ങി നടക്കണം. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കൾ പോയിട്ട് ഒത്തിരിയേറെ പേര് എന്നൊക്കെ പറഞ്ഞില്ലേ, രാത്രി പോയി കൂട്ടുകാരെ വീട്ടിൽ പോവാം, പിന്നെ എവിടെയൊക്കെ പോകണം, കറങ്ങാൻ പോണ മക്കള്. ഇന്ന് രാത്രി കാലങ്ങളിൽ പബ്ബുകളൊക്കെ നിറയപ്പെട്ടിരിക്കുന്ന യുവജനങ്ങള്. ഈ പബ്ബിലൊക്കെ പോയ മക്കളൊക്കെ ഒത്തിരി കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അച്ഛനീ പറയണത് എങ്ങോ നിന്ന് പഠിച്ചൊന്നുമില്ല, അനേകം മക്കൾ പങ്കുവച്ചതും അനേകം മക്കൾ കണ്ണീരോടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞതുമായ മേഖലകളാണ് നമ്മൾ ഓരോ ദിവസവും സമർപ്പിച്ച ദിവ്യകാനുസരണത്തിൽ ഒരുമിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കുന്നത്. ഇത് വെറും കെട്ടുകഥയല്ല, വെറുതെ പറയുന്നതല്ല. അനേകം മക്കൾ അനുഭവങ്ങൾ, അനേകം മക്കൾ നേരിട്ട് പറഞ്ഞത്. ഒരിക്കൽ പെൺകുട്ടി പബ്ബിൽ പോയിട്ട് അതൊക്കെ തിരിഞ്ഞു അതിന് ചേട്ടൻ പറയാ, അവള് പബ്ബിന്റെ കുറെ ഫോട്ടോ ആണ് ചെയ്തു. അതില് ഒരു പബ്ബിന്റെ ബാക്ക്ഗ്രൗണ്ട് എത്തിക്കാണ്, സ്റ്റേജിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്നറിയോ, ലെറ്റ് us get dirty, നമുക്ക് വൃത്തികെട്ടവരായിട്ട് തീരാം. ഫ്രണ്ടിൽ മദ്യം വച്ചു വിളമ്പിരിക്കുന്നു, എല്ലാവരും ഇങ്ങനെ കിറങ്ങി നടക്കുന്നു, മെറ്റൽ മ്യൂസിക്, അരണ്ട വെളിച്ചം. അങ്ങനെ ഈ പബ്ബിന്റെ ഹോളിൽ ചെല്ലുമ്പോ ഇതൊക്കെയാ. ചെല്ലുമ്പോ തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക്, അത് കുടിക്കുമ്പോ തന്നെ ഒരു പ്രത്യേക വൈബാന്ന് പറയാം. പിന്നെ കിറങ്ങി നടക്കും, പിന്നെ ആര് പിടിക്കുന്നു, എന്ത് ചെയ്യുന്നു, അവസാനം ചീഞ്ഞ് നശിച്ച് എല്ലാം നഷ്ടപ്പെട്ട് പബ്ബിന്ന് നേരം വെളുക്കാറാകുന്ന പുറത്തേക്ക് വരുമ്പോ നമ്മുടെ മക്കളൊക്കെ നശിച്ചു പോകുന്ന മേഖലകൾ ഇതുകൊണ്ടൊക്കെ നിറയപ്പെട്ട ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുന്നു നമ്മുടെ ഈ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന ഈ നാട്. പ്രിയപ്പെട്ട മക്കളെ, ഞാൻ ഇടയ്ക്ക് പറയും ഗോഡ്സ് ഓൺ കൺട്രിയാ, പക്ഷെ ഗോഡേതാ, പിശാച് ദൈവമായിട്ട് മാറുന്ന ഒരു സ്ഥലം. ഇത് വേണമെങ്കിൽ പറയാം. എവിടെയുള്ള എല്ലായിടത്തും പീഡനം, എന്നെ പീഡിപ്പിച്ച ആ കേസ്, ഈ കേസ്, പിന്നെ എല്ലായിടത്തും മദ്യപാനം, കറങ്ങാൻ പോക്ക്, അവിടെ പിടിക്കപ്പെട്ടു, ലഹരി, കഞ്ചാവ് ലഹരി പിടിക്കപ്പെട്ടു. എന്താ മക്കളെ നമ്മുടെ ലോകം? ക്രൂരതയും അക്രമവും തിന്മകളും കള്ളക്കടത്തും ലഹരി മാഫിയായും ഒത്തിരിയേറെ തിന്മകൾ കൊണ്ട് നിറയപ്പെട്ട ലോകം. പിന്നെ റോഡുകളാണെങ്കിൽ നമുക്കറിയാം ഒത്തിരിയേറെ ഒരു ഭയങ്കര അവസ്ഥയാണ്. ഞാൻ പറഞ്ഞു വരിക, പ്രത്യേകിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത് രാത്രി കാലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മക്കളുടെ സഞ്ചാരങ്ങൾ, കൂട്ടുകെട്ടുകൾ, കറങ്ങാപ്പോക്ക്. നമ്മുടെ മക്കൾ, കുടുംബത്തിൽ പറഞ്ഞ മക്കള് രാത്രി കിടന്നുറങ്ങണം. ജോലി ചെയ്ത മക്കളാണെങ്കിൽ ആ ഒരു അടിസ്ഥാനത്തിൽ ജോലി ചെയ്യണം. അല്ലാതെ തിന്മയ്ക്ക് വേണ്ടി കറങ്ങി നടക്കാനുള്ളവരില്ല. ഇങ്ങനെ പബ്ബും കറങ്ങാനും ഹോം സ്റ്റേയും കൂട്ടുകൂടി പല വീടുകളിൽ പോയി താമസിക്കുക. കുടുംബത്തിൽ പറഞ്ഞ മക്കൾ അങ്ങനെ ചെയ്യണ്ട. ദൈവഭയമുള്ള മക്കൾ, കുടുംബത്തില് വിവാഹ ജീവിതം, കുടുംബജീവിതം, അതിന് ചൈതന്യം ഉണ്ടെന്ന് അടിസ്ഥാനം പോയാൽ പിന്നെ നശിച്ചടങ്ങി ഒടുങ്ങിപ്പോകും. ഇങ്ങനെ പോയ അനേകം മക്കളുടെ സങ്കടങ്ങളും അങ്ങനെ പോയ മക്കളെ കുറിച്ചുള്ള കാർന്നോമാരുടെ നൊമ്പരങ്ങളൊക്കെ ദിവ്യകാനുസരണം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ശപിക്കപ്പെട്ട ഈ കാലഘട്ടത്തില്, എല്ലാം അനുവദനീയമായ കാലഘട്ടത്തില്, എല്ലാ തിന്മയ്ക്കും എല്ലാ മിളച്ചതയ്ക്കും സാഹചര്യമുള്ള സ്വാതന്ത്ര്യമുള്ള ഈ കാലഘട്ടത്തില് ദൈവമക്കളെ ഒറ്റയ്ക്ക് നിൽക്കണം. അങ്ങനെയുള്ള മക്കൾ ഒരുമിച്ച് കൂടണം. ദൈവത്തെ മഹത്വപ്പെടുത്തി, ദൈവത്തെ ആരാധിച്ച്, പാപം ചെയ്യാതെ, തിന്മ ചെയ്യാതെ കൃപയിൽ ജീവിക്കുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറണം. രാത്രി കാലങ്ങളിലെ കറങ്ങാൻ പോക്ക്, കൂട്ടുകൂടി പോക്ക്, എവിടെ പോകുന്നു, എന്തു ചെയ്യുന്നു? ഒരു കാര്യം ഓർത്തോ, തിന്മ, പിശാച് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് രാത്രി കാലങ്ങളിലാണ്. ചില മക്കൾ പറയും, എന്റെ അച്ഛ, എന്റെ മോൻ രാത്രി മുഴുവൻ പുറത്താ. ഇപ്പൊ 2 മണിക്ക് 3 മണിക്ക് നേരം വെളുക്കുമ്പോ കയറി വരും. എന്നെ കിടന്ന് ഒറ്റ ഉറക്ക. പകല് കിടന്നുറങ്ങുന്ന മക്കൾ രാത്രിയിൽ പിശാചുമായിട്ട് ബന്ധപ്പെട്ട പ്രവൃത്തി. പ്രകൃതി നമുക്കൊരു സമയം തന്നിട്ടുണ്ട്. രാത്രി വിശ്രമിക്കുക, രാത്രി ഉറങ്ങുക. രാത്രി കാലത്ത് ഇങ്ങനെ നടക്കുന്ന മക്കളെ പിശാച് ഏറ്റവും കൂടുതൽ തിന്മ പ്രവർത്തിക്കുന്ന, അവന്റെ പ്രവൃത്തികൾ നിറവേറ്റുന്ന സമയമാണ് രാത്രി. ആ സമയം ദൈവത്തിന്റെ മക്കള് ദൈവിക സംരക്ഷണത്തില് ഞാൻ ശാന്തമായി കിടന്നുറങ്ങും, ഞാൻ എഴുന്നേൽക്കും, ഞാൻ കർത്താവിന്റെ കരങ്ങളിലാണെന്ന് സങ്കീർത്തകനായ ദാവീദ് സങ്കീർത്തനം 3:5 പറഞ്ഞ പോലെ ശാന്തമായിട്ട് കർത്താവിന്റെ കരങ്ങൾ കിടന്നുറങ്ങേണ്ട മക്കള്, ഉണർവോടെ രാവിലെ എഴുന്നേൽക്കേണ്ട മക്കള്,
രാത്രി പിശാചിന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്ത് രാവിലെ മുതൽ പകല് കിടന്നുറങ്ങി പിശാചിന് അവസരം കൊടുക്കുന്ന ഗതികെട്ട അവസ്ഥകൾ ഇന്ന് സ്വാഭാവികമാണ്, സാധാരണയാണ്. പ്രാർത്ഥിക്കാൻ നമ്മുടെ മക്കൾക്ക് വേണ്ടി രാത്രി കാലത്തുള്ള സഞ്ചാരങ്ങൾ അവസാനിപ്പിച്ച് ദൈവകൃപയുള്ള മക്കളായി ജീവിക്കാൻ ഈശോയെ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് കർത്താവിന് മുമ്പിൽ അഭിഷേകത്തിന് ശക്തിക്ക് വേണ്ടി ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. മക്കളെ, നമ്മുടെ മക്കളെ ജ്ഞാനം നൽകി സത്യം അറിയിച്ചു കൊടുത്ത് ആ പ്രകാശത്തിൽ ജീവിക്കാൻ ഇടയാക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, തിന്മ നിറഞ്ഞ ഈ ലോകത്തില്, ദുഷ്ടന്റെ ശക്തി വലയത്തിൽ പെട്ടുപോയ ഈ ലോകത്തിന്റെ ദൈവൻ, അന്ധകാരത്തിന് സന്തതി, പിശാചിന്റെ ആധിപത്യം അതുപോലെ നിറയപ്പെട്ടിരിക്കുമ്പോ അല്പസമയം മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ എന്നറിഞ്ഞ സാത്താൻ വലിയ കോപത്തോടെ ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടിരിക്കുന്നു. അവന്റെ പ്രവൃത്തികൾ അതിശക്തമാണെന്ന മുന്നറിയിപ്പ് കർത്താവേ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടല്ലോ. അങ്ങയുടെ മക്കള് ജീവിക്കേണ്ട ജീവിതത്തെ കുറിച്ചൊക്കെ അങ്ങ് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. എന്നാൽ കർത്താവെ, പിശാചിനെ വിട്ടുകൊടുക്കാൻ വേണ്ടി എന്ന പോലെ രാത്രിയുടെ യാമങ്ങള്, കുടുംബത്തിൽ കിടന്ന് ഉറങ്ങേണ്ട മക്കള്, വിശ്രമിക്കേണ്ട മക്കള്, രാത്രിയില് കറങ്ങാനും കൂട്ടുകൂടാനും പബ്ബിപ്പോവാനും ഒത്തിരി മിളച്ചതയ്ക്കൊക്കെ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടൊക്കെ ഇറങ്ങി നടക്കുന്ന മക്കള്, ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. അപകടം നിറഞ്ഞ, തിന്മ നിറഞ്ഞ അന്ധകാര ആവൃത്തിയില് വീണു പോകുന്ന രാത്രിയുടെ പൈശാചികമായ പ്രവൃത്തികളിൽ വീണു പോകാതെ കർത്താവ് ഞങ്ങളുടെ മക്കളെ അവിടുന്ന് പൊതിഞ്ഞു പിടിക്കണമേ. യാതൊരു പേടിയുമില്ലാതായി മാറിയിരിക്കുന്ന മക്കൾക്ക് ഏത് രാത്രിയിലും ഏത് ഇരുട്ടത്തും എവിടെ പോകാനും മടിയില്ലാത്ത വിധം ഞങ്ങളുടെ മക്കള് പിശാചിന്റെ ഒരു പ്രത്യേക ധൈര്യം അവരിലേക്ക് കടന്നു വന്നിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നെ വേദനിക്കുന്ന അനേകം മാതാപിതാക്കൾ, രാത്രികാലത്ത് കറങ്ങി നടക്കുന്ന മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കള്, അങ്ങനെ പോയി നശിച്ചു പോയ മക്കള്, രാത്രി പോയിട്ട് പല കേസുകളിൽ കുടുങ്ങി പോലീസ് പിടിച്ച് ജയിലിൽ കിടക്കുന്ന മക്കള്, രാത്രിയുടെ യാമങ്ങളില് മ്ലേച്ഛതയും തിന്മകളും അതിപ്രസരം അതിശക്തമായിട്ട് സാത്താൻ നിർവഹിക്കുമ്പോ നമ്മുടെ മക്കൾ പലതും അതിൽ ചെന്നപ്പെടുന്നു. ലഹരിയുടെ കൂട്ടായ്മ, അല്ലെങ്കിൽ ജഡിക പാപങ്ങള്, ചില പൈശാചികമായ ക്രൂരകൃത്യങ്ങള്, കൊലപാതകം, വ്യഭിചാരം, ഒത്തിരി മ്ലേച്ഛത. കർത്താവേ, ഞങ്ങളുടെ മക്കളെ അവിടുന്ന് സംരക്ഷിക്കണം. ഞങ്ങളുടെ മക്കളെ യഥാർത്ഥമായ സത്യമങ്ങ് വെളിപ്പെടുത്തി കൊടുക്കണം. തിരിച്ചറിവിന്റെ പരിശുദ്ധാത്മ ശക്തി ഞങ്ങളുടെ മക്കളിൽ നിറയണം. ഞങ്ങളുടെ മക്കള് യഥാർത്ഥമായ കൃപയിലും അങ്ങയുടെ സ്നേഹത്തിലും ചൈതന്യത്തിലും ജീവിക്കുവാൻ ഇടയാകണം. എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിക്കും. മക്കളെ, നമ്മുടെ മക്കളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ, പ്രത്യേകിച്ചും കൂട്ടുകൂടിയും രാത്രി കാലങ്ങളിലും കുടുംബത്തിൽ നിന്നൊക്കെ ഇറങ്ങി കുടുംബത്തിന്റെ സംരക്ഷണം വിട്ട് പടയിറങ്ങി പോകുന്ന മക്കളെ പ്രത്യേകം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ സ്വഭാവത്തിൽപ്പെട്ടു പോയ അനേകം മക്കളെ കുറിച്ച് ഒത്തിരി അമ്മമാരും അപ്പന്മാരും കരഞ്ഞ് ദിവസങ്ങളൊക്കെ പറയണ്ടായി. ഒത്തിരി നാളായി പറയാൻ തുടങ്ങിയിട്ട്. കൊച്ച് വീട്ടിൽ നിന്ന് പോയിട്ട് 2-3-4 ദിവസമായി രാത്രിയൊന്നും വരുന്നില്ല. കൂട്ടുകാരെ വീട്ടിൽ നിന്ന് പറയാ, ഈശോയെ ഞങ്ങളുടെ മക്കളെ കുടുംബത്തോട് ചേർക്കണമേ. രാത്രിയിൽ അങ്ങയുടെ പരിപാലന, അങ്ങയുടെ സംരക്ഷണം ഞങ്ങളുടെ മക്കൾക്കെല്ലാം നൽകി അനുഗ്രഹിക്കണമേ. എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ ആശീർവാദത്തിന്റെ ശക്തി നമ്മുടെ മക്കളെ യഥാർത്ഥമായ വഴിയിലേക്ക് നയിക്കുവാൻ ഇടയാകട്ടെ. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് മക്കളെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ
മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. മിതമായ അഭിഷേകത്താൽ നിറച്ച് യഥാർത്ഥമായ പ്രകാശത്തിൽ ജീവിക്കാൻ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കും മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ മക്കളെ പ്രകാശത്തിന്റെ മക്കളാക്കി മാറ്റണമേ. രാത്രിയുടെ യാമങ്ങളിൽ നശിച്ചു പോകാനിടയാകാതെ ഞങ്ങളുടെ മക്കളെ അങ്ങയോട് ചേർത്ത് പിടിക്കണമേ. അങ്ങയുടെ പ്രകാശത്തിൽ ഞങ്ങളുടെ മക്കളും ഞങ്ങളും ജീവിക്കട്ടെ. ആമേൻ.